കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത് കുണ്ടറയിലെ ഒരു കശുവണ്ടി ഫാക്ടറിയിൽ നടന്ന സമരത്തെക്കുറിച്ചല്ല, മറിച്ച് ആ സമരത്തിന് പിന്നിൽ നടന്ന അത്യപൂർവമായ ഒരു സിനിമാ പിടുത്തത്തെക്കുറിച്ചാണ്. എതിരാളികളെ തളയ്ക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ഒരു വിഭാഗം പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികളെ പോലും തങ്ങളുടെ നാടകത്തിലെ കഥാപാത്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുണ്ടറയിലെ കാപെക്സ് ഫാക്ടറിയിൽ തൊഴിലാളികൾ പ്രതിഷേധിക്കുന്നു എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോ വെറും ഒരു തിരക്കഥയായിരുന്നു എന്ന് തെളിവുകൾ സഹിതം തുറന്നുകാട്ടിയിരിക്കുകയാണ് PC വിഷ്ണുനാഥ് MLA. ഒരു സാധാരണക്കാരന് ഇതിലെവിടെയാണ് അസ്വാഭാവികത എന്ന് തോന്നാം. എന്നാൽ ആ വീഡിയോയുടെ പിന്നാമ്പുറം പരിശോധിച്ചാൽ ഏതു കൊച്ചുകുട്ടിക്കും മനസ്സിലാകും ഇതൊരു സ്വാഭാവിക പ്രതിഷേധമല്ല എന്ന്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് മറ്റാരുമല്ല, ഒരു SFI നേതാവാണെന്ന കൃത്യമായ വിവരമാണ് വിഷ്ണുനാഥ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു ഫാക്ടറിക്കുള്ളിൽ തൊഴിലാളികൾ പെട്ടെന്ന് നടത്തുന്ന പ്രതിഷേധം പകർത്താൻ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവ് ക്യാമറയുമായി അവിടെ നേരത്തെ തന്നെ ഹാജരായത്? അവിടെയാണ് ഈ നാടകത്തിന്റെ ചുരുളഴിയുന്നത്. യഥാർത്ഥത്തിൽ കുണ്ടറയിലെ കശുവണ്ടി മേഖല ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. തൊഴിലാളികൾക്ക് കൃത്യമായി പണിയില്ല, കൂലിയില്ല. അവരുടെ ജീവിതം ദുരിതത്തിലാണ്. ഈ ദുരിതം പരിഹരിക്കേണ്ട സർക്കാർ പകരം ചെയ്യുന്നത് തൊഴിലാളികളെ വേഷം കെട്ടിച്ച് വ്യാജ വീഡിയോകൾ നിർമ്മിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. വീഡിയോയിൽ സംസാരിക്കുന്ന തൊഴിലാളികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതും ഏതൊക്കെ ആംഗിളിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തിയാൽ കൂടുതൽ വൈകാരികത കിട്ടുമെന്നും പ്ലാൻ ചെയ്യുന്നതും ഈ തിരക്കഥയുടെ ഭാഗമാണെന്ന് വിഷ്ണുനാഥ് വ്യക്തമാക്കുന്നുണ്ട്. സഖാക്കൾ തന്നെ സംവിധാനം ചെയ്യുകയും സഖാക്കൾ തന്നെ അഭിനയിക്കുകയും ചെയ്യുന്ന ഒരു തരം പെയ്ഡ് ന്യൂസ് രീതിയാണ് ഇത്. പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ സർക്കാരിന്റെ പരാജയങ്ങൾ മറച്ചു വയ്ക്കാനാണ് ഇത്തരം ചെപ്പടി വിദ്യകൾ CPM ഉപയോഗിക്കുന്നത്. പട്ടിണി പാവങ്ങളുടെ കണ്ണീരിനെ പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എത്രത്തോളം ക്രൂരമാണ്. സാധാരണ തൊഴിലാളി വർഗത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടി അതേ തൊഴിലാളികളെ വെച്ച് കള്ളം പറയിപ്പിക്കുന്നത് ആരെ ബോധിപ്പിക്കാനാണ്? ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചതിലൂടെ പൊതുജനമധ്യത്തിൽ തെറ്റായ ഒരു ചിത്രം നൽകാനാണ് അവർ ശ്രമിച്ചത്. ഇവിടെ ഗൗരവകരമായ മറ്റൊരു വശം കൂടിയുണ്ട്. ഒരു സർക്കാർ സംവിധാനത്തിന് കീഴിലുള്ള ഫാക്ടറിക്കുള്ളിൽ കയറി രാഷ്ട്രീയ നാടകം കളിക്കാൻ ആര് അനുവാദം നൽകി? ക്യാമറയുമായി അകത്ത് പ്രവേശിച്ച SFI നേതാവിന് അവിടെ ആരുടെ ഒത്താശയാണ് ലഭിച്ചത്? ഇത് കേവലം ഒരു വീഡിയോയുടെ പ്രശ്നമല്ല, മറിച്ച് ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കുന്ന ഒരു സംവിധാനമായി പാർട്ടി മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. PC വിഷ്ണുനാഥ് ഉന്നയിച്ച ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ പതറുകയാണ് ഇടതുപക്ഷം. സത്യം അധികകാലം മൂടിവെക്കാൻ കഴിയില്ല എന്ന് ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തവർ വ്യാജ വീഡിയോകൾ കൊണ്ട് കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചാൽ അത് കൈയോടെ പിടിക്കുമെന്ന് കുണ്ടറയിലെ ഈ സംഭവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും വൈറലായ ആ വീഡിയോയും അതിനുശേഷം PC വിഷ്ണുനാഥിന്റെ വാക്കുകളും നമുക്കൊന്ന് കണ്ടു നോക്കാം. തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഒരുപാട് നാടകങ്ങളൊക്കെയായി നമ്മുടെ CPM സ്നേഹിതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. കേരളപുരത്ത് എനിക്കെതിരെ ഒരു അധിക്ഷേപ പ്രസംഗം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഞാനതിന് മറുപടിയൊന്നും പറയാൻ പോയിട്ടില്ല. ഇന്ന് കൊറ്റങ്കരയിൽ ഒരു കശുവണ്ടി ഫാക്ടറിയിൽ കഴിഞ്ഞ കുറേ ദിവസമായി നമ്മുടെ മണ്ഡലത്തിലെ വിവിധ കശുവണ്ടി ഫാക്ടറികളിൽ നമ്മൾ മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു ഫാക്ടറിയിൽ മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പോരാൻ നേരം സ്വാഭാവികമായി അവിടെയുള്ള തൊഴിലാളികളൊക്കെ വന്ന് നമ്മളോട് ആവശ്യങ്ങൾ, കുശല അന്വേഷണങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു സഹോദരി വന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. MP-യുടെ കാര്യം ചില കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു കോൺഗ്രസ്സുകാരിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ശബരിമലയിലെ സ്വർണം കട്ടതിനെ കുറിച്ച് ഞാനെന്തോ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നോക്കുമ്പോൾ 2 ചെറുപ്പക്കാരിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് കൊറ്റങ്കരയിലാണ് കമ്പനി. പെരിനാടുള്ള SFIയുടെ ഏരിയ സെക്രട്ടറി ജിജോയാണ് ഈ കശുവണ്ടി ഫാക്ടറിയിൽ വീഡിയോ എടുക്കാൻ വന്നതെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഞാനെങ്കിലും വളരെ സ്നേഹത്തോടു കൂടി കശുവണ്ടി മേഖലയ്ക്ക് വേണ്ടി നിയമസഭയിലൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ പിന്നെ അവരോട് വിശദീകരിച്ചു. നിയമസഭയിൽ ഞാൻ പോയിട്ട് പലതവണ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 3 പെൻഷൻ വരെ ഉണ്ടായിരുന്നു പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾക്ക്. അവരുടെ വിധവാ പെൻഷനും വാർദ്ധക്യകാല പെൻഷനും ഈ പിണറായി വിജയൻ സർക്കാർ വന്നിട്ട് മാറ്റി. അത് അവർക്ക് അർഹതപ്പെട്ടതാണ്. ക്ഷേമനിധി പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അംശാദായം അങ്ങോട്ട് അടയ്ക്കുന്ന ആ സഹോദരിയോട് പിന്നീട് ഈ ഗവൺമെന്റ് കശുവണ്ടി തൊഴിലാളികളോട് ചെയ്യുന്ന ദ്രോഹങ്ങൾ പറയുണ്ടായി. എന്നിട്ട് ഞാൻ പോരുന്നു. ഞാൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞ് എനിക്ക് കൊല്ലത്തൊരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു അവാർഡിൻ്റെ ചടങ്ങ്.
അപ്പോഴാണ് ഇവിടുത്തെ ഒരു മുതിർന്ന CPM നേതാവിൻ്റെ ഫേസ്ബുക്ക് പേജിലും കൊല്ലത്തെ CPM ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിലുമെല്ലാം കശുവണ്ടി തൊഴിലാളികൾ എന്നെ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്, കോൺഗ്രസ്സുകാരിയായ കശുവണ്ടി തൊഴിലാളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്റുകൾ കണ്ടത്. ഒന്നാമത് എൻ്റെ സ്നേഹിതന്മാരെ, എന്തിനാണ് ഇങ്ങനെ ഈ കള്ളം പറയുന്നത്? എന്നോട് വർത്തമാനം പറഞ്ഞ ഒരു സഹോദരി, അവരുടെ മകൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ കൊറ്റങ്കരയിലെ ഗോപികാ സദനം സ്കൂൾ വാർഡിലെ CPMൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. മകൻ എല്ലാവർക്കും അറിയാവുന്ന DYFI പ്രവർത്തകനാണ്. എന്ത് CPM ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചിലായി തുടങ്ങിയോ? കോൺഗ്രസ്സുകാരിയാണ് എന്ന് പറഞ്ഞ് എന്തിനാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അപ്പോൾ കോൺഗ്രസ്സുകാരി MLAയോട്, ഇപ്പോൾ എന്നോടിപ്പോൾ ഒരാൾ, ഞാൻ MLA എന്ന നിലയിൽ ഇപ്പോൾ ചൂടായ പോലും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ കോൺഗ്രസ്സുകാരി ചൂടായി തടഞ്ഞു വെച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഈ വ്യാജ പ്രചരണം നടത്തുന്നത്? ഞാൻ അതിനുശേഷവും ആ കമ്പനിയിൽ പോയി ചെന്നപ്പോൾ അവരെല്ലാവരും വന്നു, ഈ സഹോദരി ഒഴികെ. അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കണ്ടു വാട്സാപ്പിൽ. അപ്പോഴത്തേക്ക് വാട്സാപ്പ് പ്രചരണം തുടങ്ങിയല്ലോ. ഞങ്ങൾക്ക് അതിനകത്ത് വിഷമം ഉണ്ടായിട്ടുണ്ട്. സാർ ഇങ്ങനെ ഒരു നല്ല കാര്യം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു, മെഡിക്കൽ ക്യാമ്പ് ഇതിനകത്ത് വെച്ചു, ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. ചെയ്യാനായിട്ടാ വന്നത്, അതിനകത്ത് കയറി ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇതിനകത്ത് രാഷ്ട്രീയം, എല്ലാ രാഷ്ട്രീയം വേണ്ട, എല്ലാവരും മനുഷ്യർ, എല്ലാവരും ഒരുപോലെ. ഞങ്ങൾക്ക് ഇത് വേണ്ടിയുള്ള ഒരു ആവശ്യമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ മാപ്പ് പറയുന്നു. എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു ക്ഷമയും വേണ്ട, ഈ ക്യാമ്പും കാര്യങ്ങളൊക്കെ നന്നായി നടന്നല്ലോ എന്ന് അവരോട് പറഞ്ഞു. അവരെ സ്നേഹിച്ച്, അവരോട് സ്നേഹം പങ്കുവെച്ച് ഞാൻ പോരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പേ നാടകം ഈ നിലയിലാണെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്തെല്ലാം തരത്തിലുള്ള നാടകങ്ങൾ കാണാനിരിക്കുന്നു. പക്ഷേ ഇത് ഒരു 10-30 കൊല്ലം പഴക്കമുള്ള സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് ഒന്ന് ഒതുക്കുന്നത് നന്നായിരിക്കും.